നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്കുകൾ നീങ്ങിയതിനു പിന്നാലെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ കാത്തിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ടിക്കറ്റ് നിരക്ക് കുറയുകയും ചെയ്യുമെന്ന് കാത്തിരിക്കുന്നവർക്ക് ഇരുട്ടടിയായി നിരക്കുകൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ചാർട്ടർ ഫ്ലൈറ്റുകൾ ഇല്ലാതാവുകയും എന്നാൽ പുതിയ സർവീസുകൾ ആരംഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത്. പ്രധാനമായും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ദമാമിലേക്കുള്ള യാത്രക്കാരാണ് ഇത്തരത്തിൽ വെട്ടിലായത്. ഇവിടെ നിന്ന് പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കണക്ഷൻ ഫ്ലൈറ്റുകൾക്കും ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 27 ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് അവസാനിക്കുന്നതോടെ കൂടുതൽ ഫ്ലൈറ്റുകൾ സർവീസ് ആരംഭിക്കുകയും ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു യാത്രക്കാർ. കോവിഡ് പ്രതിസന്ധി മാറുകയും ജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്തതോടെ സന്ദർശക വിസയുൾപ്പെടെ നിരവധി കുടുംബങ്ങൾ സൗദിയിലേക്ക് വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് അധികൃതരുടെ പുതിയ കൊള്ള. 27 വിലക്ക് നീങ്ങുന്നതോടെ സർവീസുകൾ നടത്താമെന്നുള്ള ധാരണയിൽ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ച് ബുക്കിംഗ് സ്വീകരിച്ച പല സ്വകാര്യ വിമാന കമ്പനികൾക്കും അവസാന നിമിഷം സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ദമാമിലേക്ക് നേരിട്ട് സർവീസ് ഉള്ളത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമാണ്. അത് ആഴ്ചയിൽ 3 സർവീസുകളാണുള്ളത്. ഏപ്രിൽ 4 മുതൽ കണ്ണൂരിൽ നിന്ന് ആഴ്ചയിൽ 1 സർവീസും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ തീ വിലയാണ് ടിക്കറ്റുകൾക്ക്. വൺ വേ ടിക്കറ്റുകൾക്ക് 2000 റിയാൽ മുതലാണ് ഈടാക്കുന്നത്. മറ്റുള്ള എയർലൈൻ കമ്പനികൾ കൂടി സർവീസുകളുമായി രംഗത്തെത്തുന്നതോടെ മാത്രമേ യാത്രാ നിരക്കിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. പ്രവാസ വിഷയങ്ങളിൽ സ്ഥിരം നിസ്സംഗരാകുന്ന അധികൃതർ ഇക്കാര്യത്തിലും കണ്ണടയ്ക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.